ബഹുമാനപ്പെട്ടവർ അല്പസമയം ഇരുന്നുകൊണ്ട് ഉറങ്ങുന്നു. ഉറങ്ങിയതിന് ശേഷം ഒളു പുതുതാക്കുന്നു. അങ്ങനെ 40 ചാണ്ടോളം നെലുവേറും മേശ തോളുതോരുവാല് 40 ചാണ്ടോളം സുബഹി തൊഴുതോവർ. അങ്ങനെ സുബഹി നിസ്കരിച്ച് 40 കൊല്ലം അങ്ങനെ എല്ലാ സമയത്തും വുളൂഇൽ തന്നെ നിൽക്കുന്ന ഒരുപാട് റക്അത്തുകൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുള്ള മഹാനായ ഖുത്ബുൽ അഖ്താബ് തങ്ങളവர்கள் അവിടുത്തെ മഅരിഫത്ത് കൊണ്ട് അവിടുത്തെ ഇൽമു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുകയും അല്ലാഹു തആല അവരെ അതാ ലോകപ്രശസ്തരാക്കുകയും ചെയ്തു. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീര ഉള്ളവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ മുള, കൊടി നാട്ടുന്ന മുളയോ ഇരുമ്പോ വടിയോ അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായ ആളുകൾക്ക് അവന്റെ പ്രിയത്തെ ആക്കുന്നതാണ്. ഈ ആയത്തിന്റെ തഫ്സീർ എന്നോണം ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു തആല ഒരു മനുഷ്യനെ പ്രിയം വെച്ചു കഴിഞ്ഞാൽ നാദാ ജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, യാ ജിബ്രീലു ഇന്ന ഫുലാനൻ ഉഹിബ്ബുഹു ഫഅഹിബ്ബാ, ഞാൻ ഇന്ന വ്യക്തിയെ പ്രിയം വെക്കുന്നു, നിങ്ങൾ പ്രിയം വെക്കണം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മറ്റുള്ള മലക്കുകളോട് പറയും, അല്ലാഹു തആല ഇന്ന ആളെ പ്രിയം വെക്കുന്നുണ്ട്, ഞാനും പ്രിയം വെക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രിയം വെക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ കോടിക്കണക്കായ മലക്കുകൾ പ്രിയം വെക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും പ്രിയം വെക്കുന്നു. ഫയഉലഹുൽ ഖബൂൽ, അവർക്ക് സ്വീകാര്യത നൽകപ്പെടുന്നു. അതാണ് ഗൗസുൽ ആദം, ആകാശത്തിലും ഭൂമിയിലും അവിടുത്തെ കൊടി. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതു അൽ ഇൽമ ദറജാത്, വിശ്വസിക്കുകയും അൽ ഇൽമ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഇൽമ്, സത്യം നിലനിർത്തുന്ന ഇൽമ്, അക്രമത്തിലും അനാചാരത്തിലും പോകാത്ത ഇൽമ്, ശരിയായ അറിവ് ഒരു മനുഷ്യന് നൽകപ്പെട്ടാൽ അവരെ അല്ലാഹു തആല ഉയർത്തും. ദറജാത്ത്, അറ്റമില്ലാത്ത ദറജകൾ ഉയർത്തും. അങ്ങനെയുള്ള ആ ദറജയാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് വഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല നൽകിയത്. സഹോദരങ്ങളെ, ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്ത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം ആ മഹാനായ ഖുത്ബുൽ അഖ്താബ് തങ്ങൾ പഠിപ്പിച്ച ആശയമാണ്. അദ്ദേഹം തന്റെ കിതാബുൽ ഗുന്യത്തി ലിതാലിബി തരീഖുൽ ഹഖ് എന്ന കിതാബിൽ പറഞ്ഞു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലിസുന്ന വൽ ജമാഅ, മുഅ്മിനിന് നിർബന്ധമാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ശാഫിഈ മദ്ഹബുകാരൻ എന്ന് മാത്രമല്ല, ഹനഫി മദ്ഹബുകാരൻ എന്ന് മാത്രമല്ല, ഈ പ്രദേശത്ത് ഏതാനും ഹനഫി മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്, ഹനഫി മസ്ലക്കനുസരിച്ച് ജുമഅയും നടത്തുന്നവരുണ്ട്, ഷാഫി മദ്ഹബ് അനുസരിച്ച് നടത്തുന്നവരും ഉണ്ട്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്ന് പറഞ്ഞാൽ അതൊരു വൈരുദ്ധ്യമായ 4 എണ്ണമല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ചെറിയ പഥ്യത്തിലുള്ള വ്യത്യാസം. ഒരേ രോഗത്തിന് ചികിത്സിക്കുന്ന 4 ഡോക്ടർമാർ 4 പഥ്യം പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് മദ്ഹബുകൾ തമ്മിൽ ഉള്ളത്. ആ മദ്ഹബുകൾ തമ്മിലും ഒരിക്കലും സംഘട്ടനമോ വൈരാഗ്യമോ ഉണ്ടാകാൻ പാടില്ല. എല്ലാം സത്യം തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതാണ്. അങ്ങനെ ആ മദ്ഹബുകളുടെ
ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മാലിക് ഇമാം പറഞ്ഞത് കുല്ലു മൻ തഹ്ത അദീമിസ് സമായി ബഅദ അബീ ഹനീഫത റഹ്മത്തുള്ളാഹി. ഇമാം അബൂ ഹനീഫയ്ക്ക് ശേഷം ഇവിടെ ലോകത്ത് വന്ന മുഴുവൻ പണ്ഡിതന്മാരും അവിടുത്തെ മക്കളാണ്, അവിടുത്തെ ശിഷ്യന്മാരാണ്. അത്രയും പുകഴ്ത്തി പറയപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ദാരിൽ ഹിജ്റത്തി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി വിശ്വാസപരമായി തുടർന്നു വന്നവരാണ്. മദ്ഹബിന്റെ ഇമാമുകൾ ഇവിടെ പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ബർക്കത്തെടുക്കുകയും ചെയ്തവരാണ്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം ആണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അങ്ങനെ ഷാഫി ഇമാം ജനിച്ച അതേ ദിവസമാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ വഫാത്തായത്. അപ്പോൾ അവർ രണ്ടും തമ്മിൽ കണ്ടിട്ടില്ല എന്ന് അറിയാമല്ലോ. എന്നാൽ താരീഖ് ബഗ്ദാദ് നോക്കിയാൽ കാണാം, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ബഗ്ദാദിലായിരുന്ന കാലത്ത് എനിക്ക് വല്ല പ്രത്യേക ആവശ്യങ്ങളും വീടിക്കിട്ടാൻ ഉണ്ടാവുകയോ വിഷമങ്ങൾ നേരിടുകയോ ചെയ്താൽ ഞാൻ ഒന്നുകൊടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് നേരെ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യും. കേട്ടോ, ഇവിടെ സിയാറത്ത് പാടില്ല എന്ന് പറയുന്നൊരു കൂട്ടരും ഉണ്ടാവും. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് പോയി ഞാൻ സിയാറത്ത് ചെയ്യും. ആര് പറയുന്നു? ആഗോള പ്രശസ്തനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. അങ്ങനെ സിയാറത്ത് ചെയ്ത് ദുആ കഴിഞ്ഞ് ഞാൻ വന്നാൽ എന്റെ ആവശ്യങ്ങൾ മുഴുവനും വീടപ്പെടുകയും എന്റെ മശക്കത്തുകൾ തീർന്നു പോവുകയും ചെയ്യുമെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത്രയാണ് അവർ തമ്മിലുള്ള ബന്ധം കേട്ടോ. അവരുടെ ബർക്കത്തെടുക്കൽ അങ്ങനെയാണ്. മാത്രമല്ല, ഷാഫിഈ ഇമാം ബഗ്ദാദിലുണ്ടായിരുന്ന എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും അബൂ ഹനീഫ ഇമാമിനെ സിയാറത്ത് ചെയ്യാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഷാഫിഈ ഹനഫി തമ്മിൽ യാതൊരു വൈരാഗ്യവുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. വിശ്വാസപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഈ 4 ഇമാമുകളും ഒരേ ഒരു വിശ്വാസമാണ് വിശ്വസിച്ചിട്ടുള്ളത്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. പിന്നെ നിസ്കരിക്കുമ്പോൾ ചെറിയ വ്യത്യാസം. ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മെല്ലെ പറയും, മഅ്മൂമിങ്ങൾ കേൾക്കാത്ത നിലക്ക് ഹനഫി മദ്ഹബിൽ ഓതും. ഷാഫിഈ മദ്ഹബിൽ ബാക്കിയുള്ള ഫാത്തിഹ എന്ന മറ്റ് ആയത്തുകൾ ഒന്നതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതും ഉറക്കെ ഓതും, ജഹ്റാക്കി ഓതും. ഈ വ്യത്യാസമാണുള്ളത്. അതുപോലെ ചെറിയ ചെറിയ വ്യത്യാസം, അത് പ്രവർത്തനത്തിലാണ്.
വിശാല ആ മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരു ഇമാമിനെ പിന്തുടർന്ന ആളാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരായ ഔലിയാക്കളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആകയാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് നാം പറയുന്നത് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് പഠിപ്പിച്ച മാർഗം, അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ പഠിപ്പിച്ച മാർഗം, അതുപോലെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ യമനിൽ നിന്ന് വന്ന് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ പഠിപ്പിച്ച പ്രസ്ഥാനം, അതേ പ്രകാരം ഔലിയാക്കളും ആരിഫീങ്ങളും പഠിപ്പിച്ച അതേ നയം, അത് മാത്രമാണ് നാം എല്ലാവരും ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. 4 മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ച വിശ്വാസം, അതാണ് നാം പഠിക്കുന്നത്, അതാണ് ലോകത്തോട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അവിടുത്തെ വഫാത്തിന് ശേഷം സംസാരിച്ചിട്ടുള്ള വാക്കുകൾ അൽ ഖസീദത്തുൻ നുഅ്മാനിയ എന്ന പേരിൽ ലോകപ്രസിദ്ധമാണ്. യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജൂ റിളാക വഅഹ്തമി ബിഹിമാക. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളാണ് പറയുന്നത്, ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖായ നബിയേ, അബൂ ഹനീഫയാകുന്ന ഞാനിതാ അങ്ങയുടെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നു. എനിക്കവിടുന്ന് രക്ഷ നൽകണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ബൈത്തുകൾ മൗലിദുകൾ ഓതിക്കൊണ്ട് അബൂ ഹനീഫ ഇമാമ് റസൂലുള്ളാഹിന്റെ മൗലിദ് പദ്യമായി ചൊല്ലിക്കൊണ്ട് അവസാനമായി പറയുന്ന വാക്ക് കേട്ടോ, യാ മാലികി കുൻ ഷാഫിഈ ഫീ ഫാഖതി ഇന്നി ഫഖീറുൻ ഫിൽ വറാലി ഗിനാക അന താമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലിഅബി ഹനീഫത ഫിൽ അനാമി സിവാക. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഇമാമുൽ ആലമാരാണ്. ലക്ഷക്കണക്കിന് ആലിമീങ്ങളും അടക്കമുള്ള ജനങ്ങള് അതാ ഹനഫി മസ്ലക്കിൽ ഉണ്ട്. അങ്ങനത്തെ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്, യാ മാലികി, എന്റെ ഉടമസ്ഥരായ നബിയേ, കുൻ ഷാഫിഈ ഫീ ഫാഖതി, എനിക്കവിടുന്ന് ശഫാഅത്ത് ചെയ്യണമേ, എനിക്കവിടുന്ന് ശഫാഅത്ത് ചെയ്യണമേ, എന്റെ വിഷമഘട്ടത്തിൽ ശഫാഅത്ത് ചെയ്യണമേ എന്ന്. എന്നിട്ട് അവസാനം പറയുന്നത് എന്താണ്? അന താമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലിഅബി ഹനീഫത ഫിൽ അനാമി സിവാക. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അബൂ ഹനീഫയാകുന്ന എനിക്ക്, ഓ മുഹമ്മദ് നബിയേ, യാ റസൂലല്ലാഹ്, അവിടുന്നല്ലാതെ എനിക്ക് ആരാണ് ശഫാഅത്ത് ചെയ്യാറുള്ളത്? ആരാണ് എന്നെ സഹായിക്കാറുള്ളത്? മനുഷ്യരുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർക്കാൻ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ എനിക്കവിടുന്ന് ശഫാഅത്ത് ചെയ്യണമേ എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇമാമുൽ ആലം പറയുന്നു. അങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവനും പരസ്പരം സ്നേഹവും ബഹുമാനവും സങ്കൽപ്പിക്കുകയും അള്ളാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുകയും ചെയ്ത് ജീവിച്ചവരാണ്. ആ നിലക്ക് നിങ്ങളെല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ മഹത്തായ പാത, അഖീദ, ഈ ശരണി തുടരണമെന്നും അത് മുറുകെ പിടിക്കണമെന്നും ഇതിന്റെ അപ്പുറത്ത് ഞങ്ങൾ പറയുന്ന മറ്റൊന്നുമില്ല
ഇത് മാത്രമാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്, പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു 3 സ്വലാത്ത് നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് ചൊല്ലിയാൽ നല്ലതാണ്. അതെല്ലാവരും സാധാരണ പതിവാക്കണം. കൗൺസിലും യോഗവും സമ്മേളനവും നടത്താൻ പരിശ്രമിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്ത ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നീ അനുഗ്രഹം ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണം അല്ലാ. ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തിരുത്തിക്കൊടുത്ത് ഹക്കായ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരണം അല്ലാ. ഈ രാജ്യത്ത് ഏറ്റവും നല്ല ജീവിതം നയിക്കാനും മരിക്കുന്ന സമയത്ത് നല്ല നിലക്ക് മരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസിലാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണം റഹ്മാനേ. കാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ രോഗങ്ങൾ, ആ രോഗങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനേ. ഞങ്ങളിലുള്ള മുഴുവൻ ലാഹിരിയും ബാത്തിനിയുമായ രോഗങ്ങൾ നീ ശിഫയാക്കി തരണം റഹ്മാനേ, ശിഫയാക്കി തരണം റഹ്മാനേ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് ആഫിയത്തോടെ ദീർഘ ആയുസ് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവർ ധാരാളം ആളുകളുണ്ട്. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. മലേഷ്യ, സിംഗപ്പൂര്, അതുപോലെ ലണ്ടൻ, അമേരിക്ക തുടങ്ങി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അവർക്ക് മുഴുവനും നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്ത് നീ സമാധാനം നിലനിർത്തണം അല്ലാ. വർഗീയ നീ ഖായിബാക്കി അവരിലേക്ക് തന്നെ മടക്കണം അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നേരെ അയക്കുന്ന മുഴുവൻ സെഹറുകളെയും അത് അയക്കുന്നവരിലേക്ക് തന്നെ തിരിച്ചു കൊടുത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. എല്ലാ സാഹചര്യങ്ങളെ സെഹറിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാ, നീ ഞങ്ങളെ ഖൽബ് അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നിന്റെ ദീനിന് വേണ്ടി മാത്രമാണ്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നിനക്കറിയാം. അതിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന ഏത് ശക്തിയാണെങ്കിലും അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാ, ഖായിബാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനേ. ഞങ്ങൾക്ക് ദീർഘ ആയുസ് നൽകണം റഹ്മാനേ. ഈമാനും തഖ്വയും നൽകണം റഹ്മാനേ. സൽസ്വഭാവം വർദ്ധിപ്പിക്കണം റഹ്മാനേ. അവസാനം മരിക്കുന്ന സമയത്ത് നല്ലവരായി മരിച്ച സ്വർഗത്തിൽ കടക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. ബിജാഹി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹുഖൂഖി സായിരിൽ അംബിയാഇ والأولياء والصالحين برحمتك يا أرحم الراحمين. ഞാൻ പറഞ്ഞ സ്വലാത്ത് എല്ലാവരും ചൊല്ലണം എല്ലാ ദിവസവും.